വീട്ടിൽ വിറകടുപ്പുള്ളവരൊക്കെ ആണെങ്കിൽ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. അതുപോലെ നമുക്ക് സമയനഷ്ടമോ ധനനഷ്ടമോ ഒന്നുമില്ല. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കമ്പോസ്റ്റും കൂടിയാണ്. വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നമ്മുടെ ചാരം വെച്ചിട്ടുള്ള ഒരു അടിപൊളി കമ്പോസ്റ്റാണ്. അപ്പോൾ എൻ്റെ പച്ചക്കറികളുടെ ഒക്കെ ഒരു മെയിൻ വളം എന്ന് പറയുന്നത് ഈ ഒരു വളമാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു വളം റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ പച്ചക്കറി തൈകളൊക്കെ പറിച്ച് നടുന്ന സമയത്തും അതുപോലെ പൂവിടാറാകുന്ന സമയത്തൊക്കെ നമ്മളിത് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂവിടുകയും പൂ പൊഴിയാതിരിക്കുകയും ഇതെല്ലാം കായായി കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലും ചൂടുമാണ്. അപ്പം നമ്മുടെ പച്ചക്കറി തൈകളൊക്കെ രാവിലെയും വൈകുന്നേരവും നനച്ചു കൊടുത്തെങ്കിലേ നല്ല രീതിയിൽ നമുക്ക് പച്ചപ്പിൽ കിട്ടുന്നുള്ളൂ. ഇല്ലേ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും എന്താ പറയണ്ടത്, തളർന്ന് കിടക്കും രാവിലെ നമ്മൾ നനച്ചു കൊടുത്താൽ. അപ്പോൾ ഇപ്പോൾ രാവിലെയും വൈകുന്നേരവും നനയ്ക്കേണ്ട ഒരവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു വളം നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാവേ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത ബക്കറ്റ് എന്ന് പറഞ്ഞാൽ ഹോൾസ് ഉള്ളൊരു ബക്കറ്റാണ്. ഇപ്പോൾ ഹോൾസ് വേണമെന്നൊന്നും ഇല്ല കേട്ടോ, ഞാൻ എടുത്തതിന് ഹോൾസ് ഉണ്ടെന്നേ ഉള്ളൂ. അതുപോലെ നമ്മുടെ ചാരത്തിൻ്റെ മറ്റു വളത്തിൻ്റെയൊക്കെ അളവനുസരിച്ച് നമുക്ക് പാത്രം വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അതുപോലെ ഇനി പാത്രം ഇല്ലെങ്കിൽ ചാക്കാണെങ്കിലും എടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അപ്പം ഞാനൊരു ബക്കറ്റ് എടുത്തതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഏറ്റവും അടിയിൽ ഞാൻ നമ്മുടെ കരിയില, ഉണങ്ങിയ കരിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഏറ്റവും അടിഭാഗത്ത് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ മണ്ണാണ്. അപ്പോൾ മണ്ണാണെങ്കിലും ഞാൻ ഇട്ട് കൊടുക്കുന്ന എല്ലാം ഒരേ അളവ് തന്നെയാണ് കേട്ടോ. മണ്ണ് ഇട്ട് കൊടുക്കുന്ന അതേ അളവ് തന്നെയാണ് ഞാൻ ചാരം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചാരം ഇട്ട് കൊടുക്കുക, മണ്ണിൻ്റെ മുകളിലേക്ക് അതേ അളവിൽ തന്നെ ചാരം ഇട്ട് കൊടുക്കുക. അതേ അളവിൽ തന്നെ നമുക്ക് നമ്മുടെ ചാണകപ്പൊടി, ഇനി ചാണകപ്പൊടി ഇല്ലാത്തവരാണെങ്കിൽ ഞാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കിച്ചണിലെ വേസ്റ്റും കൊണ്ടൊക്കെ ഞാൻ കമ്പോസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതല്ല ചാണകപ്പൊടി ഉള്ളവർക്കാണെങ്കിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാവേ. അപ്പോൾ അതേ അളവിൽ തന്നെ, അതായത് നമ്മൾ മണ്ണെടുത്ത അതേ അളവിൽ ഞാൻ നമ്മുടെ കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം അതേപോലെ ഒന്ന് നനച്ചും കൂടെ കൊടുക്കുക. അതായത് ഒരുപാട് വെള്ളം ഒഴിക്കാതെ നമ്മളിതൊന്ന് തളിച്ച് കൊടുത്താൽ മതിയേ. അങ്ങനെ തളിച്ച് അത് നനച്ചും കൂടെ കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ വീണ്ടും ചെയ്യുക. അതായത് മണ്ണിട്ട് കൊടുക്കുക, മണ്ണിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മുടെ ചാരം ഇട്ട് കൊടുക്കുക. ആ ചാരം അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യണം. ചിലരൊക്കെ ആണെങ്കിലും ചാരം നമ്മുടെ പച്ചക്കറി തൈകൾക്കൊക്കെ നേരിട്ട് ഇട്ട് കൊടുക്കാറുണ്ടല്ലേ. പക്ഷേ എനിക്ക് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നല്ല റിസൾട്ടൊന്നും അല്ല കേട്ടോ കിട്ടാറ്. അതുപോലെ ഇപ്പോഴത്തെ ചൂടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ചാരം നേരിട്ട് ഇട്ട് കൊടുക്കാനും പാടില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ചെടികൾക്ക് നല്ല രീതിയിൽ റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ട് നമ്മുടെ ചെടികൾക്കൊക്കെ ഇതുപോലെ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുക. ഏറ്റവും മുകൾ വശത്തായിട്ട് ഞാൻ വീണ്ടും നമ്മുടെ ഇട്ട് കൊടുക്കുകയെന്ന് വെച്ചാൽ മണ്ണാണ് കേട്ടോ. നമ്മൾ ഓരോ ലെയറായിട്ട് നമ്മൾ മണ്ണ്, ചാരം, കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നനച്ച് കൊടുക്കുക. ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് നമ്മൾ മണ്ണിട്ട് കൊടുക്കുക. മണ്ണൊന്ന് നിരത്തി കൊടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ ഒന്നും കൂടി ഒന്ന് നനച്ച് കൊടുക്കണം കേട്ടോ. മണ്ണിൻ്റെ മുകളിലും ഒന്ന് നനച്ച് കൊടുക്കണം. അങ്ങനെ നനച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു മുറുക്കമുള്ള ഒരു അടപ്പ് വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചും കൂടെ വെച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ അടച്ച് വെച്ചിട്ട് നമുക്ക് ഇപ്പം നല്ല വെയിലാണല്ലോ, ചൂടും. അപ്പോൾ നമ്മൾ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ നമ്മളൊന്ന് തുറന്നിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് ഇത്തിരി വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഒരു 2-3 ആഴ്ചയാകുമ്പോഴത്തേക്കും നല്ലൊരു ചാരം കൊണ്ടുള്ള ഒരു അടിപൊളി കമ്പോസ്റ്റ് നമുക്ക് റെഡി ആയിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ എല്ലാവരും റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികൾക്കൊക്കെ ആവശ്യത്തിന് നമുക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാവേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു.